ഹായ് മക്കൾസ്, ഈ പിക്ചറിൽ കാണുന്ന ഈ ചങ്ങായി ആരാണ്? ഇവനാണ് ആര്? വൈറസ്. ആരാണ്? വൈറസ്. ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 6 കിങ്ഡം വർഗീകരണത്തിൽ വൈറസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം കുറച്ച് ക്വാളിറ്റികൾ വേണം, മിനിമം കുറച്ച് ക്രൈറ്റീരിയാസ് വേണം. അതൊന്നും ആര് സക്സസ്ഫുൾ ആക്കുന്നില്ല. നമ്മുടെ വൈറസ് സക്സസ്ഫുൾ ആക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, സ്വന്തമായിട്ട് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ റെസ്പോണ്ട് ടു എൻവിറോൺമെന്റിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ ടു ഗ്രോ, സ്വന്തമായിട്ട് വളരാനുള്ള കപ്പാസിറ്റി, ആൻഡ് ഡു മെറ്റബോളിക് ആക്ടിവിറ്റീസ്, സ്വന്തമായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് അഥവാ ഉപാപചയ പ്രക്രിയകളൊക്കെ നടത്താനുള്ള കഴിവ് സ്വന്തമായിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തുള്ളൂ? 6 കിങ്ഡം വർഗീകരണത്തിൽ ഉൾപ്പെടുത്തുള്ളൂ. പക്ഷേ വൈറസിന് ഈ കഴിവൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് വെച്ചാൽ വൈറസിന് ഈ കഴിവുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആതിഥേയ കോശത്തിന്റെ സഹായം വേണം. ആതിഥേയ കോശത്തിന്റെ സഹായമില്ലാതെ, ഏതെങ്കിലും ഒരു ഹോസ്റ്റ് സെല്ലിന്റെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. വൈറസ് കനോട്ട് മൾട്ടിപ്ലൈ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ഹോസ്റ്റ് സെൽ. ഒരു ഹോസ്റ്റ് സെല്ലിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ വൈറസിന് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ സഹായം വേണം, അല്ലാതെ സ്വന്തമായിട്ടൊരു കഴിവ് എന്തിനില്ല? വൈറസിനില്ല. മാത്രമല്ല ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എനി ലിവിങ് സെൽ. ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിന്റെ പുറത്ത് അവരെന്താണ്? ഇനാക്റ്റീവ് ആണ്. ഈ ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവർ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആരുടെ സപ്പോർട്ട് കിട്ടും? ഈ സെല്ലിന്റെ സപ്പോർട്ട് കിട്ടും. പക്ഷെ പുറത്താണെങ്കിൽ ഈ സെല്ലിന്റെ സപ്പോർട്ട് കിട്ടോ? ഇല്ല. അപ്പൊ ഒരു സെല്ലിന്റെ പുറത്ത് വൈറസുകൾ എന്താണ്? ഇനാക്റ്റീവ് ആണ്. ഒരു സെല്ലിന്റെ ഉള്ളിലാവുമ്പോൾ മാത്രമേ വൈറസുകൾ എന്തുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തില്ല, അവർക്ക് ഒരു കഴിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈറസിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഇതിനുള്ള റീസൺ. അല്ലാതെ നമ്മൾ ചുമ്മാ വൈറസിനെ അവഗണിച്ചതല്ല. ശരിക്കും വൈറസ് ഒരു പാവമാണ്, പക്ഷെ വൈറസിന് സ്വന്തമായിട്ട് കഴിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വൈറസിനെ തൽക്കാലം ഒരു മൂലയിലേക്ക് തട്ടി ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ, സീ യു സൂൺ.